ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ മഹാഭാരത കഥയിലേക്കാണ്. അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് മുമ്പിട്ട വീഡിയോസിന്, മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോസിന് നല്ല ഫീഡ്ബാക്ക് എന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനിയും ഫീഡ്ബാക്ക് തരിക. ഫീഡ്ബാക്കിലൂടെയാണ് നമ്മൾ ഓരോ കുറ്റങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. സോ കഥയിലേക്ക് വരാം. ഇന്നത്തെ കഥ ഒരു സയൻസ് തിയറിയുമായി ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ ആ സയൻസ് തിയറി എന്താണെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ പലപ്പോഴും പല സിനിമകളിലും അല്ലെങ്കിൽ പല സയൻസ് ജേർണൽസിലൊക്കെ വരുന്നൊരു ടേമാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ആക്ഷൻ, ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന ഒരു ചെറിയ ആക്ഷൻ പിന്നീട് ഇത് ഒരു കൾമിനേറ്റായി വലിയ ഒരു ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കി ഒരു വലിയ ഈവൻറ്റ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന പേര് വരാനുള്ള കാരണം തന്നെ ഒരു എക്സാമ്പിളിൽ നിന്നാണ്. അത് ഉദാഹരണത്തിന് നമ്മൾ ആമസോൺ കാർഡുകളിൽ കൂടാനുകൂടി ചിത്രശലഭങ്ങളുണ്ട്. അപ്പോൾ അവർ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എയറിൽ ഫ്ലൈ ചെയ്യുകയാണ്. മേ ബി അത് ദിവസം ഒരു 6 മണിക്കൂറായിരിക്കാം അല്ലെങ്കിൽ 7 മണിക്കൂറായിരിക്കാം. പക്ഷേ ഫോർ എക്സാമ്പിൾ അവർ കുറച്ച് സമയത്തേക്ക് അവർ ആ 7 മണിക്കൂർ എന്നുള്ളത് ഒരു 10 മണിക്കൂറായി എയറിൽ ഫ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ അവരുടെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ചെയ്തു. അതൊരു വളരെ സിമ്പിളായിട്ടുള്ള ആക്ഷനാണ്. നമ്മൾ വിചാരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ കൂടുതൽ സമയം എയറിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ട് എയർ പ്രഷറിന് വേരിയേഷൻസ് ഉണ്ടാവുകയും പിന്നീട് അത് വെതർ പാറ്റേണിനെ അഫക്റ്റ് ചെയ്യും. അത് ഈവൻച്വലി ഒരു ചുഴലിക്കാറ്റായി 10,000 കിലോമീറ്റർ ഇപ്പുറത്തുള്ള യൂറോപ്പിലോ അല്ലെങ്കിൽ ടെക്സാസിലോ കാനഡയിലോ ഒക്കെ ഒരു വലിയ ചുഴലിക്കാറ്റായി മാറിയേക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളീ പറയാൻ പോകുന്ന കഥയിൽ ഒരു വലിയ ഈവൻ്റ് നടക്കുന്നതിന് കാര്യമാവുന്നത് ഇത്തരത്തിലുള്ളൊരു ചെറിയ ഒരു ബട്ടർഫ്ലൈ ഒരു ഈവൻ്റാണ്. അപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ കഥ മഹാഭാരതത്തിൽ നിന്നാണ്. 2 സമയക്രമങ്ങളിലായിട്ടാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ദേവന്മാരിൽ അഷ്ടവസുക്കൾ ഉണ്ട്. അതായത് പൃഥ്വി, അഗ്നി, ജലം. അത് ഓരോ ദേവന്മാരായിട്ടാണ്. വരുണദേവൻ, അഗ്നിദേവൻ, അങ്ങനെ 8 പേരുണ്ട്. ഈ അഷ്ടവസുക്കളെല്ലാം ഒരു ദിവസം കാട്ടിൽ അവരെ ഫാമിലീസൊക്കെ ആയിട്ട് അവർ ചുമ്മാ കളിയൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ ആകാശത്തിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ദൂരെയായിട്ട് 2 പശുക്കളെ കാണുന്നുണ്ട്, ഭയങ്കര ഭംഗിയാണ് ആ പശുക്കൾക്ക്, എനിക്ക് ആ പശുക്കളെ ഒന്ന് പിടിച്ചുകൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ശരി, ഭാര്യ ആവശ്യപ്പെട്ടാണല്ലോ, സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയി ആ 2 പശുക്കളെയും പിടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആ പശുക്കൾ 2 സുരഭിയും നന്ദിനിയുമായിരുന്നു. ഹിന്ദു പുരാണങ്ങൾ വളരെ പ്രാധാന്യമുള്ള 2 ഗോക്കളാണ് സുരഭിയും നന്ദിനിയും. അത് മഹാമുനിയായ വസിഷ്ഠനാണ് സുരഭിയും നന്ദിനിയും നോക്കുന്നത്. അദ്ദേഹത്തിനാണ് ഈ 2 പശുക്കൾ. അപ്പോൾ ഇത് പശുക്കളെ പിടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞ് മുനി ഭയങ്കര കോപിഷ്ഠനായി. മുനി നേരെ വന്ന് ഈ അഷ്ടവസുക്കളെ ശപിക്കുവാണ്. നിങ്ങൾ അടുത്ത ജന്മം ഭൂമിയിൽ ജനിച്ച് അവിടുത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുവാണ്. അപ്പോൾ ഇത് കേട്ട അഷ്ടവസുക്കൾ പെട്ടെന്ന് തന്നെ പേടിച്ച് മുനിയോട് അവർ അറിയാതെ തെറ്റുപറ്റിപ്പോയതാണ്, ശാപമോക്ഷത്തിനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞു തരണമെന്ന് പറയുവാണ്. അപ്പോൾ വസിഷ്ഠ മഹാമുനി പറയുന്നു, നിങ്ങൾ 7 പേരും കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ ജന്മം എടുത്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല. പക്ഷേ 8ാമനായ ആകാശം, അല്ലെങ്കിൽ അതിന് സംസ്കൃതത്തിലൊരു പദം ഉണ്ടായിരിക്കും, ഞാൻ ആകാശം എന്ന് ഉപയോഗിക്കുന്നത് മലയാളത്തിലെ പദമാണ്. അപ്പോൾ അദ്ദേഹം ഭൂമിയിൽ ജനനമെടുക്കുകയും അവിടുത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് തന്നെ തീരണം എന്ന് മുനി പറയുന്നു. കൂടാതെ അപ്പോൾ ഈ അഷ്ടവസുക്കൾ പറയുന്നു, ഗംഗാദേവി ഞങ്ങളുടെ അമ്മയായിട്ട് വരണം എന്നും കൂടെ മുനിയെടുത്ത് അപേക്ഷിക്കുന്നു. മുനി പറഞ്ഞു, ശരി, ഗംഗാദേവി നിങ്ങളുടെ അമ്മയായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് മുനി പോകുന്നു. ഇനി കഥയുടെ റെഫറൻസ് നേരെ ദ്വാപരയുഗത്തിലേക്ക് വരുവാണ്. ദ്വാപരയുഗത്തിലെ ഹസ്തിനാപുരത്തിലെ രാജാവായ ശന്തനു മഹാരാജാവ്. അപ്പോൾ ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ക്ഷത്രിയ കുലങ്ങൾ മെയിൻലി 2 കുലങ്ങൾ 2 ഉള്ളത്. ഒന്ന് സൂര്യവംശവും മറ്റൊന്ന് ചന്ദ്രവംശവും. സൂര്യവംശത്തിലാണ് നമ്മുടെ ദശരഥൻ, ശ്രീരാമൻ അവരെല്ലാം വരുന്നത്. ചന്ദ്രവംശത്തിലാണ് നമ്മളെ ശന്തനു മഹാരാജാവ്, പിന്നീട് കൗരവർ, പാണ്ഡവർ എല്ലാം വരുന്നത്. അങ്ങനെ ശന്തനു മഹാരാജാവ് ഹസ്തിനപുരം
വരികയാണ്. ശന്തനു മഹാരാജാവിന് തന്നെ ഒരു ശാപം കിട്ടിയിട്ടാണ് ശന്തനു മഹാരാജാവ് ജനിക്കുന്നത്. അത് നമുക്ക് ആ കഥയിലോട്ട് പോകുന്നില്ല. നമ്മൾ ശന്തനു മഹാരാജാവിൻ്റെ ടൈം ഓഫ് റെഫറൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം ശന്തനു മഹാരാജാവ് കാട്ടിൽ, അദ്ദേഹം രാജാക്കന്മാരാണ്, വേട്ടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അദ്ദേഹം കാട്ടിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് വളരെ സുന്ദരിയായ യുവതിയെ അദ്ദേഹം കാട്ടിൽ വെച്ച് കാണുന്നു. അപ്പോൾ അദ്ദേഹം ആ യുവതിയോട് അഭ്യർത്ഥിക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് എൻ്റെ രാജ്ഞിയായിട്ട് എൻ്റെ രാജ്യത്തേക്ക് വരാമോ? യുവതി പറയുന്നു, തീർച്ചയായിട്ടും അങ്ങ് വലിയൊരു മഹാരാജാവാണ്, എനിക്ക് അങ്ങനെ കൂടെ ഹസ്തിനപുരത്തിലേക്ക് വരുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരേ ഒരു കണ്ടീഷനാണുള്ളത്. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അതിന് ഇത് വളരെ ശക്തമായ ഒരു ഡിമാൻഡാണ്. ഇത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ശന്തനു മഹാരാജ പറഞ്ഞു, തീർച്ചയായിട്ടും അതിനൊന്നും പ്രശ്നമില്ല, നിങ്ങൾ വന്നാൽ മതി, നമുക്ക് അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ശന്തനു മഹാരാജാവ് ഈ യുവതിയെ കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നു, വിവാഹം കഴിക്കുന്നു, മഹാരാജ്ഞിയാക്കുന്നു. അങ്ങനെ അവർക്ക് കുട്ടികൾ ജനിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ ആദ്യത്തെ 7 കുട്ടികൾ ജനിക്കുമ്പോഴും മഹാരാജ്ഞി എന്തെന്ന് പറഞ്ഞാൽ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടിയെടുത്ത് ഈ നദിയിൽ ഒഴുക്കി അങ്ങ് വിടുവാണ്, മരണപ്പെട്ടു പോവുകയാണ്. അപ്പോൾ രാജാവിന് ആദ്യത്തെ കുട്ടിയായി, രണ്ടാമത്തെ കുട്ടിയായി, മൂന്നാമത്തെ കുട്ടിയായി. ഇത് മഹാരാജാവെന്ന് പറഞ്ഞാൽ അടുത്ത സക്സസറിനെ നോക്കുക, യുവരാജാവിനെ നോക്കുക, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ 7 ആൺകുട്ടികളെ ഒറ്റയടിക്ക് നദിയിൽ ഒഴുകി കളഞ്ഞപ്പോൾ രാജാവിന് അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. രാജാവിൻ്റെ ഒരു ലിമിറ്റാണ്. അങ്ങനെ 8ാമത്തെ കുട്ടിയെ ഒഴുക്കാൻ പോകുന്ന സമയത്ത് രാജാവ് മഹാരാജ്ഞിയെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ മഹാരാജ്ഞി, ഇനി ഇത് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് 7 കുട്ടികളെ ഒഴുക്കിയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്തിനാണ് അത് ചെയ്തത്, എന്തിനാണ് 8ാമത്തെ കുട്ടിയും കൂടെ ഒഴുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ മഹാരാജ്ഞി പറയുന്നു, രാജാവേ, ഞാൻ ഗംഗയാണ്, ഞാൻ വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞ മരിച്ചുപോയ 7 കുട്ടികളും അഷ്ടവസുക്കൾ വസിഷ്ഠമുനിയുടെ ശാപം നേടി ഭൂമിയിൽ ജനിച്ചവരാണ്. പക്ഷേ ഈ 8ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ അങ്ങേൻ്റെ അടുത്ത് ഞാൻ എന്തിനാണത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിനാൽ എനിക്ക് അങ്ങേ വിട്ട് പോകണം, ഞാൻ ഈ 8ാമത്തെ കുട്ടിയും കൂടെ കൊണ്ടുപോവുകയാണ്, പക്ഷേ അങ്ങേക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഈ കുട്ടിയെ തിരികെ തരും എന്ന് ശന്തനു മഹാരാജാവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ മഹാരാജാവിന് ഭയങ്കര വിഷമമായി. കാര്യം എന്ന് വെച്ചാൽ ഈ 7 കുട്ടികൾ നഷ്ടപ്പെട്ടു, 8ാമത്തെ കുട്ടിയെ കൊല്ലാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ചോദിച്ചതിന് വൈഫ് പോയി, മാത്രമല്ല ഈ 8ാമത്തെ കുട്ടിയും നഷ്ടപ്പെട്ടു. അപ്പോൾ മഹാരാജാവ് സങ്കടത്തിലാണ്. അങ്ങനെ കാലങ്ങളേറെ കടന്നുപോയി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മഹാരാജാവ് വീണ്ടും ഇതുപോലെ കാട്ടിലോട്ട് പോകണം. കാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, വേട്ടയ്ക്കൊന്നും പോകുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ വീണ്ടും പുള്ളി ഒരു വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു നദിയുടെ സൈഡിൽ വെച്ച് ഒരു വളരെ ചെറുപ്പക്കാരനായ യുവാവ് ഒരുപാട് അഭ്യാസങ്ങളും വിദ്യകളും കാണിക്കുന്നു. നദിയിൽ തന്നെ ഉള്ള നദിയുടെ വെള്ളത്തിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള വിദ്യകളും തന്ത്രങ്ങളൊക്കെ കാണിക്കുന്നു. രാജാവ് ഇതൊക്കെ കണ്ട് അതിശയിച്ചു പോയി. കാര്യം എന്ന് വെച്ചാൽ ഈ ഹസ്തിനപുരത്തിൽ ഇത്രയും നാളായിട്ട് രാജാവ് അങ്ങനെ ഒരു സംഭവം ആരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം എല്ലാം ഈ ഭയങ്കര യോദ്ധാക്കളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു. ഇതാരാണെന്ന് ചോദിക്കേ, ഞാൻ ദേവവ്രതനാണ് എന്ന് യുവാവ് മറുപടി പറയുന്നു. പക്ഷേ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കില്ല. യുവാവ് അങ്ങ് അപ്രത്യക്ഷനായി അങ്ങ് പോവുകയാണ്. അപ്പോൾ രാജാവ് ആലോചിക്കുകയാണ്, ഇതാരാണ്, എവിടെ നിന്നാണ് യുവാവ് ഇവിടെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ രാജാവ് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചിട്ട് രാജാവ് ഇത് ഗംഗാ ദേവിയിലെടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞ് ഗംഗയെ മനസ്സിൽ ധ്യാനിക്കുകയാണ്. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് ഗംഗാദേവി പറയുന്നുണ്ട്, ഗംഗ എപ്പോൾ എന്നെ കാണണമെങ്കിലും മനസ്സിൽ ധ്യാനിച്ചാൽ മതി, കാണാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ആണ് ദേവവ്രതൻ എന്ന് പറയുന്നു. ദേവവ്രതന് എന്ത് പറയുന്നു, ഇത് ശന്തനു മഹാരാജാവാണ്, നിൻ്റെ അച്ഛനാണ്, നീ അച്ഛൻ്റെ കൂടെ ഹസ്തിനപുരത്തിൽ പോകണം എന്ന് പറയുന്നു. അപ്പോൾ ഈ എൻകൗണ്ടർ ഉണ്ടല്ലോ, അതായത് ഈ ശന്തനു മഹാരാജാവിൻ്റെയും ഈ ദേവവ്രതൻ്റെയും ഈ ഗംഗയുടെയും ഇത് കുറച്ചും കൂടെ എലാബറേറ്റാണ്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാണ്, കാരണം കഥ ഇനിയും നീളത്തിൽ കിടക്കുവാണ്. അത് കാട്ടിൽ കാണിക്കുന്ന ആ വിദ്യകൾ എന്തെല്ലാമാണെന്നും പിന്നെ അവരുടെ കോൺവെർസേഷൻസ് അത് കുറച്ച് എലാബറേറ്റഡാണ്. പക്ഷേ ഇവഞ്ച്വലി ദേവവ്രതൻ അച്ഛൻ്റെ കൂടെ ഹസ്തിനപുരത്തിലേക്ക് പോവാണ്. അപ്പോൾ രാജാവ് ഭയങ്കര ഹാപ്പിയായി. കാരണം വെച്ചാൽ വളരെ ബ്രില്യൻ്റായ ഒരു യോദ്ധാവിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഹസ്തിനപുരത്തിൻ്റെ യുവരാജാവായിട്ട് അദ്ദേഹം നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാവർക്കും ഈ ദേവവ്രതൻ്റെ പെരുമാറ്റമൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും അറിവോ കൊണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുന്നു. അപ്പോൾ ഈ മഹാഭാരതത്തിൽ എൻ്റയർലി എപ്പോഴും ഒരു ഡിസ്കഷൻസ് വരാറുണ്ട്, ആരാണ് ഏറ്റവും മികച്ച
യോദ്ധാവ്, വാരിയർ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. കർണനാണോ, അർജുനനാണോ, ഭീമനാണോ, ദുര്യോധനാണോ, അങ്ങനെയൊക്കെ. എന്നാൽ ഇവരാരുമല്ല മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് ദേവവ്രതനാണ്. കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദേവവ്രതനെ അമ്മയായ ഗംഗ കൊണ്ടുപോകുന്നുണ്ടല്ലോ. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ദേവവ്രതനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ദേവഗുരുവായ ബൃഹസ്പതി, അസുരഗുരുവായ ശുക്രാചാര്യർ, ദേവദേവനായ ഇന്ദ്രദേവൻ, പരശുരാമൻ, മാർക്കണ്ഡേയ മഹർഷി, അങ്ങനെ ഇനിയുണ്ട് ഒരു നിങ്ങളുടെ ലിസ്റ്റ്. അങ്ങനെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്തേക്കുന്ന ആളാണ് ഈ ദേവവ്രതൻ. ഗംഗാദത്തനെന്നും ഗംഗാപുത്രനെന്നും എല്ലാം ദേവവ്രതന് പേരുണ്ട്. അങ്ങനെ ഈ ദേവവ്രതനെ കവച്ചു വയ്ക്കാനായിട്ട് മഹാഭാരതത്തിലൊരാളില്ല. ദേവവ്രതന് മറ്റൊരു പേരുണ്ട്, അതിലേക്ക് നമ്മൾ വരുവാണ്. അങ്ങനെ എനിക്ക് ദേവവ്രതൻ ഹസ്തനപുരത്തിലെത്തുന്നു. ഹസ്തനപുരത്തിലെ ആൾക്കാരെല്ലാം ഭയങ്കര ഹാപ്പി. കാര്യം പുതിയ യുവരാജാവ് വന്നേക്കുന്നു. യുവരാജാവ് ഗംഭീരനായ യുവരാജാവാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് രാജാവ് വീണ്ടും കാട്ടിൽ പോകുന്നു. രാജാവ് ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോകാറുണ്ട്. ശന്തനു മഹാരാജാവ് വീണ്ടും കാട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ നദിയിൽ പോകുന്നു. അദ്ദേഹം ഒരു യാത്ര പോകുന്നു. എന്തായാലും ആ യാത്രയുടെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം സത്യവതി എന്നു പേരുള്ള ഒരു മുക്കവ സ്ത്രീയെ കാണുന്നു. അപ്പോൾ അങ്ങനെ ഈ മുക്കവ സ്ത്രീയെ കാണുകയും ഈ സത്യവതിക്ക് ഭംഗി കണ്ട് മഹാരാജാവ് ഭയങ്കരമായി സത്യവതിയിൽ ആകർഷകയാകുകയും പുള്ളിക്കാരി വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നേരെ സത്യവതിയുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് തങ്ങളുടെ മകളെ ഇഷ്ടമായി, തങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, വിവാഹം കഴിച്ച് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ പറയുന്നു, നിങ്ങൾ മഹാരാജാവിന് ആണ് നിങ്ങൾക്ക് മകളെ വിവാഹം കഴിച്ച് തരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മകളുടെ മക്കളായിരിക്കണം ഹസ്തിനപുര രാജ്യം ഭരിക്കേണ്ടത്. അല്ലാതെ വേറെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റില്ല. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരാം എന്ന് പറയും. അപ്പോൾ രാജാവിന് ഇത് കേട്ട് ആകെ സങ്കടവും വിഷമമായി. കാര്യം ദേവവ്രതന അടുത്ത് ഏറ്റവും മികച്ച രാജാവായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ രാജാവിന് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യവതിയുടെ ഇത് ഇഷ്ടമുണ്ട്, എന്നാൽ ഇതൊട്ട് അംഗീകരിക്കാനും സാധിക്കില്ല. അങ്ങനെ രാജാവ് നേരെ വിഷമിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശന്തനു മഹാരാജാവ് ആകെ മൂകശോകനായിരിക്കുവാണ്. സ്വാഭാവികമായിട്ടും പുത്രനായ ദേവവ്രതന് കാര്യം എന്താണെന്ന് അറിയണം. അദ്ദേഹം ഇത് കണ്ട് രാജാവിനോട് ചോദിക്കുന്നു. ഒരുപാട് നേരത്തെ ചോദ്യങ്ങൾക്ക് ശേഷം രാജാവ് പറയുന്നു, അതിതുപോലെ എനിക്ക് സത്യവതി എന്നുള്ള ഒരു സ്ത്രീ ഇഷ്ടം തോന്നി, പക്ഷേ അവരിങ്ങനെ ഡിമാൻഡൊക്കെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, അതെനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ ദേവവ്രതൻ തേരുമെടുത്ത് സത്യവതിയുടെ അച്ഛനെ കാണാനായിട്ട് പുറപ്പെടുന്നു. അങ്ങനെ അച്ഛനെ കാണാനായിട്ട് പുറപ്പെടുന്ന സത്യവ്രതൻ അവിടെ എത്തി സത്യവതിയുടെ അച്ഛനെ കണ്ടിട്ട് പറയുന്നു, താങ്കളുടെ മകളെ എൻ്റെ അച്ഛന് വിവാഹം ചെയ്ത് കൊടുക്കണം, അതിനുവേണ്ടി എന്ത് ഡിമാൻഡാണോ താങ്കൾക്കുള്ളത് ആ ഡിമാൻഡുകളെല്ലാം തന്നെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ രാജാവാകുന്ന സ്ഥാനം മാറ്റിവെക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന സന്തതി പരമ്പരകൾ അതേ സത്യം കീപ്പ് ചെയ്യുന്ന എന്താണ് ഉറപ്പ് എന്ന് ചോദിക്കുന്നു. അങ്ങനെ അതൊരു വല്ലാത്ത ചോദ്യമാണ്. അങ്ങനെ അവിടെ വെച്ച് ഭയങ്കരമായൊരു പ്രതിജ്ഞ നമ്മുടെ ദേവവ്രതൻ എടുക്കുവാണ്. ദേവവ്രതൻ പറയുവാണ്, ഞാൻ വിവാഹമായി കഴിക്കില്ല, ഞാൻ നിത്യബ്രഹ്മചാരിയായിരിക്കും, അത് മാത്രവുമല്ല ഞാൻ ഈ രാജ്യം വിട്ടു പോകില്ല, ആര് രാജാവായിരുന്നാലും ആ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ നിൽക്കും എന്നുകൂടെ ദേവവ്രതൻ ശപഥം ചെയ്യുന്നു. ഇപ്പോൾ രാജാവാവില്ല, ഇനി തനിക്ക് സന്തതി പരമ്പരകളുണ്ടാക്കി അവരാരും തന്നെയും രാജാവാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കില്ല എന്നുള്ള ഭയങ്കരമായ കഠിനമായ ഒരു പ്രതിജ്ഞ ദേവവ്രതൻ എടുക്കുവാണ്. അങ്ങനെ കഠിനമായ പ്രതിജ്ഞ എടുത്ത ദേവവ്രതൻ അന്ന് തൊട്ട് ഭീഷ്മർ എന്നറിയപ്പെടാൻ തുടങ്ങി. ഭീഷ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനമായ എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. എനിക്ക് സംസ്കൃതത്തിൽ ഭയങ്കരമായ പാണ്ഡിത്യമൊന്നുമില്ല, നോക്കി മനസ്സിലാക്കിയാണ്. കഠിനമായ എന്നാണ് അർത്ഥം. അങ്ങനെ പ്രതിജ്ഞ എടുത്ത ദേവവ്രതൻ അന്ന് തൊട്ട് ഭീഷ്മരായി. അപ്പോൾ ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ ദേവകളെല്ലാം പുഷ്പവൃഷ്ടി നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഭീഷ്മർ സത്യവതിയും കൂട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ വിവാഹം കഴിക്കുന്നു.
ഹസ്തിനപുരം വീണ്ടും സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് വരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ 2 മക്കൾ പിന്നെ സത്യവതിക്കും ശന്തനു മഹാരാജാവിനും ഉണ്ടെന്ന്. ഒന്ന് ചിത്രാംഗതനാണ്, മറ്റൊന്ന് വിചിത്രവീര്യനാണ്. അങ്ങനെ ചിത്രാംഗതൻ ഇടയ്ക്ക് വെച്ചിട്ടുള്ള യുദ്ധത്തിൽ ചിത്രാംഗതൻ മരണപ്പെടുന്നു. അപ്പോൾ വിചിത്രവീര്യൻ വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രായമായിരിക്കുന്ന വിചിത്രവീര്യനെ രാജാവാക്കി ഉള്ള സെറമണിയൊക്കെ നടത്തുകയും, പക്ഷേ എന്നിട്ട് ഭീഷ്മർ സത്യവതി ആ രാജ്യം ഭരിക്കുകയും സത്യവതിക്ക് വേണ്ട സപ്പോർട്ട് ഭീഷ്മർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി. അപ്പോൾ വിചിത്രവീര്യൻ വളർന്നു വന്നു. വിചിത്രവീര്യന് പിന്നെ വിവാഹപ്രായമായി. അങ്ങനെ വിവാഹപ്രായമായപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ രാജ്ഞിമാരെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. പുതിയ രാജ്ഞിമാരെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ 3 യുവതികളെ, കാശി രാജ്യത്തുള്ള 3 യുവതികളെ ഭീഷ്മർ തന്നെ പോയി പിടിച്ചുകൊണ്ട് വരുവാണ്. അവിടെ അവർ സ്വയംവരം നടത്താതിരിക്കുകയാണ്. ഭീഷ്മർ അവിടെ പോയി യുദ്ധം ചെയ്ത് കാശി രാജാവിനെയും തോൽപ്പിച്ചു. അവരെ 3 പേരെ കൊണ്ടുവരണം. അംബ, അംബിക, അംബാലിക, അങ്ങനെ 3 പേരെ ഭീഷ്മർ ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുവരുവാണ് വിചിത്രവീര്യന് വിവാഹം കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ അംബ, ഏറ്റവും മൂത്തത് അംബയാണ്. അപ്പോൾ അംബയ്ക്കൊരു ലവറുണ്ട്. അതിൻ്റെ പേര് ശാൽവ രാജാവെന്നാണ്. ശാൽവയാണോ സാൽവയാണോ, അത് ആ പ്രൊണൗൺസിയേഷൻ കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ അവിടെ ഒരു രാജാവുണ്ട്. അദ്ദേഹം ഭീഷ്മരുടെ അടുത്ത് യുദ്ധം ചെയ്ത് നോക്കുന്നു. പക്ഷേ ഭീഷ്മർ നേരത്തെ പറഞ്ഞ പോലെ വില്ലാളി വീരനാണ് പുള്ളി. അവരെല്ലാം ബീറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. ഈ യുദ്ധം ചെയ്യുമ്പോഴൊന്നും പിന്നെ ഭീഷ്മർക്ക് അറിയില്ല ഈ അംബയ്ക്ക് അവരെ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊന്നും. അങ്ങനെ അംബ വരുന്നു. അംബ ഭീഷ്മരുടെ അടുത്ത് പറയുന്നു, എനിക്ക് ഇതുപോലെ ആ ശാൽവരാജനെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ വിവാഹം കഴിക്കാനായിരുന്നു എൻ്റെ പദ്ധതി. ഭീഷ്മർ തന്നോട് ചെയ്തത് ഏറ്റവും വലിയ അനീതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭീഷ്മർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ഈ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് വിചിത്രവീര്യനും അംബയെ കല്യാണം കഴിക്കുന്നില്ല. അംബാലിയെയും വിചിത്രവീര്യൻ കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നോട് ഭീഷ്മരുടെ അടുത്ത് പറയുന്നു, എന്നാൽ ഭീഷ്മർ അങ്ങനെ വിവാഹം ചെയ്താലൊന്നും. ഭീഷ്മറൊന്നും ഇല്ല, ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, പിന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നു. ബേസിക്കലി അംബയെ കംപ്ലീറ്റ്ലി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയായി പോയി. അങ്ങനെ അംബ എല്ലാ രാജാക്കന്മാരോടും പോയി പറയുന്നു, നിങ്ങൾ ഭീഷ്മർ ചെയ്ത അനീതി കണ്ടില്ലേ, നിങ്ങൾ ഭീഷ്മരുടെ അടുത്ത് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. പക്ഷേ രക്ഷയില്ല. ഭീഷ്മർ ഭയങ്കരനായ ആളാണ്. ഭീഷ്മരെ അങ്ങനെ ആരും യുദ്ധം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അംബ പോയി അംബ അവസാനം പരശുരാമൻ്റെ അടുത്തെത്തും. അങ്ങനെ പരശുരാമൻ്റെ അടുത്ത് നിന്ന് അംബ പരശുരാമത്തോട്, സ്വാമി ഇതുപോലെ ഒരാളുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരുന്നതാണ്, ഞാൻ അയാളെ കല്യാണം കഴിക്കാൻ പോകുമായിരുന്നു, പക്ഷേ ഭീഷ്മർ അവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ്, എന്നോട് ചെയ്തത് അനീതിയാണ്, അങ്ങ് ഇതിന് പകരം ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരെന്ന് കണ്ടാലേ പരശുരാമന് പ്രശ്നമാണ്. ഗുരുവാണ്, ഭീഷ്മരുടെ ഗുരുവാണ്. പക്ഷേ എന്നാലും ക്ഷത്രിയ വംശത്തിന് പൊതുവിൽ പരശുരാമനുമായിട്ട് അത്ര നല്ല ടേംസിലല്ല. അത് ഒരു സെപ്പറേറ്റ് കഥയാണ്. അപ്പോൾ പരശുരാമൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ അംബയുടെ കൂടെ ചെന്ന് ഭീഷ്മരുമായിട്ട് നേർക്കുനേർ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അതൊരു ഭയങ്കരമായ യുദ്ധമാണ്. എന്നുവെച്ചാൽ ഈ തുല്യന്മാർ പോരാടുന്നതെന്നൊക്കെ പറയുന്ന പോലെ കട്ടക്കട്ടയ്ക്ക് 2 പേര് നിൽക്കുന്ന യുദ്ധമാണ്. അങ്ങനെ ഈ യുദ്ധം തുടങ്ങി അവസാനം അത് എസ്കലേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷന് അവർ ഏറ്റവും വലിയ ഡേഞ്ചർ വെപ്പണൊക്കെ ഉപയോഗിക്കുന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ട് അവരുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾ യോദ്ധാക്കന്മാരാണ് 2 പേരും. അപ്പം നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത വലിയ വെപ്പൺസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സർവ്വചരാചരങ്ങൾക്കും ദോഷമുണ്ടാക്കുന്നതാണ്, നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് ദേവന്മാർ ഭീഷ്മരടുത്ത് പരശുരാമൻ്റെ അടുത്തും പറയും. അപ്പോൾ അത് രണ്ടും അവർ കേൾക്കുന്നു. അവർ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നു. ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല, യുദ്ധത്തിൽ നിന്ന് അവർ പിന്മാറും. അങ്ങനെ അപ്പോഴും അംബയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അംബ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നേരെ കാട്ടിലോട്ട് പോയി മഹാദേവനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശിവൻ അംബയുടെ മുന്നിൽ പ്രത്യക്ഷനാവുന്നു. അംബ തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ മഹാദേവൻ അവർക്ക്, അംബ അടുത്ത ജന്മത്തിൽ നീ പുനർജനിച്ച് ഭീഷ്മരെ കൊല്ലുന്നതിന് കാരണമായി നീ മാറും എന്ന് ഉള്ള വരം കൊടുക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഒരു ചിത ഒരുക്കി ഒരു ആത്മാഹൂതി നടത്തുവാണ് അംബ. ആ അംബ പിന്നീട് ശിഖണ്ഡി ആയി, സ്ത്രീയായിട്ട് തന്നെ ശിഖണ്ഡിനി ആയി ജനിക്കുകയും പിന്നീട് ശിഖണ്ഡിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അംബാലികയും അംബികയും വിചിത്രവീര്യനും വിവാഹം കഴിക്കുന്നു.
വിചിത്രവീര്യൻ്റെ വിവാഹം കഴിഞ്ഞ് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അസുഖം മൂലം വിചിത്രവീര്യൻ മരണപ്പെടുകയാണ്. അപ്പോൾ വിചിത്രവീര്യൻ്റെ മരണം കഴിയുമ്പോൾ പെട്ടെന്ന് ഹസ്തിനപുരത്തിൽ പുതിയ രാജാവില്ല, അത് ഏറ്റെടുക്കാനായിട്ടുള്ള ആളില്ല. കാര്യം രണ്ടുപേരുണ്ട്, വിചിത്രവീര്യനും ചിത്രാംഗനും രണ്ടുപേരും മരിച്ചുപോയി. അപ്പോൾ വേറെ ആളില്ല. അപ്പോൾ സത്യവതി ഭീഷ്മരുടെ അപേക്ഷിക്കുകയാണ്, ഭീഷ്മർ നീ ഇതുപോലെ അംബികയും അംബാലിയും വിവാഹം കഴിക്കുക, എന്നിട്ട് ഈ കുരു രാജവംശം നിന്നിലൂടെയാണ് അതിന് മുന്നോട്ട് പോകാനെന്ന്. പക്ഷേ എന്നാൽ ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞയിൽ നിന്നുമാണ് ഇവിടെ മാറുന്നില്ല. വേറെ വഴിയില്ലാതെ സത്യവതി അവസാനം തൻ്റെ മറ്റൊരു മകനായ വ്യാസനെ വിളിക്കുകയാണ്. നമ്മുടെ മഹാഭാരതം എഴുതിയ അതേ വ്യാസമുനി തന്നെയാണ്. ആ വ്യാസമുനി പരാശര മുനിക്ക് സത്യവതിയിലുണ്ടായ മകനാണ് ഈ വ്യാസമുനി. സത്യവതിയുടെ ക്ഷണം സ്വീകരിച്ച് വ്യാസമഹർഷി ഹസ്തിനപുരത്തിലെത്തുന്നു. വ്യാസമഹർഷിക്ക് അംബികയിലുണ്ടാകുന്ന മകനാണ് ധൃതരാഷ്ട്രർ, അംബാലികയിലുണ്ടാകുന്ന മകനാണ് പാണ്ഡു, പിന്നെ അവിടുത്തെ ഒരു വേലക്കാരിലുണ്ടാകുന്ന മകനാണ് വിതുരർ. അങ്ങനെ ഇവർ 3 പേരും, ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ, ഇവർ 3 പേരും സഹോദരങ്ങളാണ്. ഇതിൽ ധൃതരാഷ്ട്രമാണ് മൂത്തത്. ആചാരപ്രകാരം ധൃതരാഷ്ട്രർക്കാണ് ഭരണം അടുത്ത് കിട്ടേണ്ടത്. പക്ഷേ അദ്ദേഹം അന്ധനായതിനാൽ അവിടുത്തെ പ്രമുഖരെല്ലാം കൂടെ ഒരു തീരുമാനമെടുക്കുന്നു, പാണ്ഡുവിന് രാജഭരണം കൊടുക്കാമെന്ന്. അങ്ങനെ പാണ്ഡു ഹസ്തിനപുരത്ത് യുവരാജാവായി വാഴിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് പാണ്ഡു വിവാഹം കഴിക്കുന്നതാണ് കുന്തിയെയും മാദ്രിയെയും. ധൃതരാഷ്ട്ര വിവാഹം കഴിക്കുന്നത് ഗാന്ധാരിയാണ്. ആ ഗാന്ധാരത്തിൽ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലുള്ള കണ്ടഹാർ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നും കൊണ്ട് വന്നത് ഭീഷ്മറാണ്. അങ്ങനെ ധൃതരാഷ്ട്ര മാറി പാണ്ഡു രാജഭരണം നടന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പാണ്ഡുവിനൊരു ശാപം കാരണം രാജഭരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കഥയിലോട്ട് നമ്മൾ പോകുന്നില്ല. അദ്ദേഹം നാട് വിട്ട് പോവുകയാണ്. അങ്ങനെ ധൃതരാഷ്ട്ര രാജഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കൗരവരുടെ റൂളിംഗ് ആണ് ഈ കുരുക്ഷേത്ര യുദ്ധം വരെയും. അപ്പോൾ ഒരുപാട് അധർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, പാഞ്ചാലി വസ്ത്രാഭിഷേകം പോലുള്ള അധർമ്മങ്ങളായ കാര്യങ്ങൾ നടക്കുമ്പോൾ ചില സമയത്ത് ധർമ്മത്തിന് വേണ്ടി എപ്പോഴും നിലകൊണ്ടിരുന്ന പിതാമഹനായ ഭീഷ്മർക്ക് മനം കൊണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് പാഞ്ചാലി തന്നെ ഭീഷ്മരോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻസിലൂടെയും കടന്നു പോവുകയാണ്. പക്ഷേ ഭീഷ്മർക്ക് കൗരവരെയും പാണ്ഡവരെയും ഒരുപോലെ സ്നേഹമാണ്, ഒരുപോലെ ഇഷ്ടമാണ്. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ സൈന്യത്തിൻ്റെ സൈന്യാധിപനായിരിക്കുന്നത് ഭീഷ്മറാണ്. ആദ്യ ദിവസം യുദ്ധം തുടങ്ങുന്ന അന്ന് തൊട്ട് തന്നെ ഭീഷ്മരാണ് സൈന്യാധിപൻ. മറ്റു സൈഡിൽ പാണ്ഡവരുടെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് മുന്നേറുവാണ്. ഈ ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മഹാഭാരതത്തിലെ എൻ്റെയർ ക്യാരക്ടേഴ്സിൽ ഏറ്റവും വീരനായ യോദ്ധാവാണ്. അപ്പം ഭീഷ്മരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാണ്ഡവർക്ക് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭീഷ്മർ സത്യം ചെയ്യും, ഞാൻ പാണ്ഡവരാരെയും വധിക്കത്തില്ല, ഞാൻ കൗരവരാരെയും മരിക്കാനും സമ്മതിക്കത്തില്ല എന്ന് വെച്ചാൽ 2 സൈഡിലുള്ള ആൾക്കാരെയും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു നിലപാട് ഭീഷ്മർ യുദ്ധത്തിന് മുമ്പ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധത്തിന് ഇടയ്ക്ക് വെച്ചൊരു ദിവസം ദുര്യോധനൻ വന്നിട്ട് ഭീഷ്മരെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ കൗരവർക്ക് വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത്, നിങ്ങൾ പാണ്ഡവരെ വേണ്ടി ശരിക്കും ആൾക്കാരെ അവരുടെ സൈന്യങ്ങളെ തകർക്കുന്നത് പോലുമില്ല എന്നൊക്കെ ഇതിൽ വളരെ മോശമായിട്ട് ഭീഷ്മരെടുത്ത് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഭീഷ്മരുടെ ഒരു യുദ്ധമുണ്ട്. അത് എൻ്റെ മഹാഭാരത 18 ദിവസത്തെ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ആ യുദ്ധം. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അന്ന് രാവിലെ ഈ ഭീഷ്മരുടെ യുദ്ധം കാണുമ്പോൾ പാണ്ഡവ സൈന്യത്തിനൊന്നും ഒരു രക്ഷയില്ല, അമ്മാതിരി യുദ്ധമാണ്. പല ആൾക്കാരടുത്ത് ഭീഷ്മർ ഒറ്റയടിക്ക് ഒരേ സമയം യുദ്ധം ചെയ്യുവാണ്. അപ്പം ഈ ഭീഷ്മരെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണ്. അങ്ങനെ ഭയങ്കര കൊടൂരമായ യുദ്ധം കണ്ടിട്ട് ഈ ഭീഷ്മരുടെ വീരയുദ്ധം കണ്ടിട്ട് ശ്രീകൃഷ്ണന് ഭഗവാൻ പോലും ദേഷ്യം വന്നിട്ട് ഭഗവാൻ നേരെ ചാടി ഇറങ്ങി തറയിൽ കിടക്കുന്ന ഒരു രഥത്തിൻ്റെ ചക്രം എടുത്ത് സുദർശന ചക്രമാക്കി ഭീഷ്മരുടെ നേരെ എറിയാൻ പോകും. അപ്പോൾ ഇത് കാണുന്ന ഭീഷ്മർ അമ്പും വില്ലും താഴെയിട്ട് ഭഗവാനെ അങ്ങനെ വധിച്ചാലും എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ കാലിൽ അർജുനൻ വന്ന് പിടിക്കുകയും ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ആയുധം എടുക്കില്ല എന്നുള്ളതാണ് ഭഗവാന്റെ പ്രതിജ്ഞ. അങ്ങനെ ആ ഒരു നിമിഷത്തേക്ക് അർജുനനും ഭീഷ്മരും യുദ്ധം നിർത്തുന്നു. പിന്നെ ഭഗവാന് ശാന്തരാകുന്നു. അങ്ങനെ എൻ്റെ മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ആയുധം
ശരിക്കും അറ്റാക്ക് ചെയ്യാനായിട്ട് ആയുധം എടുത്തത് ഒരേ ഒരു സന്ദർഭമേ ഉള്ളൂ, അത് ഇതാണ്. അല്ലാതെ ഒരു സന്ദർഭത്തിനും കൂടെ സുദർശന ചക്രം ഉപയോഗിക്കുന്നുണ്ട്, അത് വേറൊരു കഥയാണ്. നമ്മൾ ആ കഥയിലേക്ക് പിന്നെ പോവാം. അങ്ങനെ ഭീഷ്മർ ഭയങ്കരമായ യുദ്ധം നടത്തുന്നു, ഒരു രക്ഷയില്ല. പാണ്ഡവർക്ക് മനസ്സിലായി തങ്ങൾക്ക് ഒരിക്കലും ഭീഷ്മരെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അവസാനം അവർ കൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു മാർഗവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് പിതാമഹനായ ഭീഷ്മർ, നിങ്ങൾ ഭീഷ്മരെ തന്നെ പോയി കണ്ടു ചോദിക്കാൻ പറയുന്നു. അങ്ങനെ ഭീഷ്മരുടെ അടുത്ത് പോയി അവർ ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഭീഷ്മർ തന്നെ പറയുവാണ്, സ്ത്രീകളോട് ഏറ്റുമുട്ടില്ല, ഒരു ക്ഷത്രിയന് ചേർന്നതല്ല, അതുകൊണ്ട് ഞാൻ സ്ത്രീകളോട് ഏറ്റുമുട്ടില്ല എന്ന് പറയുകയാണ്. ഇത് മനസ്സിലാക്കിയ പാണ്ഡവർ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുകയും അമ്പും വില്ലും താഴെ വെച്ച് നിരായുധനായി നിൽക്കുന്ന ഭീഷ്മരുടെ നേർക്ക് തുരുതുരെ അമ്പ് ചെയ്ത് മുറിവേൽപ്പിച്ച് അർജുനൻ ഭീഷ്മരെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എപ്പിക്കായിട്ട് നമ്മൾ ഏതൊരു ക്യാരക്ടർ എടുത്താലും ഇത്ര എപ്പിക്കായിട്ടുള്ള ക്യാരക്ടർ മഹാഭാരതത്തിൽ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ രാജഭരണം വേണ്ടെന്ന് വയ്ക്കുന്നു, ഇനിയൊരു ലീനിയേജേ ഉണ്ടാകില്ല എന്ന് തീരുമാനിക്കുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് സൈഡിലുമുള്ള പ്രധാനികളായ തൻ്റെ ചെറുമക്കളായ ആൾക്കാരെ ഒന്നും തന്നെയും ചെയ്യില്ല, താൻ കൊല്ലുകയില്ല, അല്ലെങ്കിൽ ഒരു വശം കൊല്ലപ്പെടുകയില്ല എന്ന് പറയുന്നു. യുദ്ധത്തിന് എതിരാളികൾ തോൽപ്പിക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് തന്നെ എങ്ങനെ തോൽപ്പിക്കാമെന്നും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗമാണ് ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്നത്. അങ്ങനെ യുദ്ധം കഴിഞ്ഞു, അദ്ദേഹം ശരശയ്യയിൽ കിടക്കുവാണ്. അങ്ങനെ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കഴുത്ത് താന്നിരിക്കുകയും എല്ലാവരുടെ അടുത്തും എൻ്റെ കഴുത്തുനിന്ന് ഉയർത്തി വയ്ക്കുക എന്തെങ്കിലും ചെയ്യണമെന്ന് പാണ്ഡവരും കൗരവരും എല്ലാവരും കൂടെ തലയണയൊക്കെ എടുക്കാൻ പോകും. അപ്പം അതേ അർജുന ഒരു വില്ലാളി വീറിന് ചേർന്ന രീതിയിൽ നീ എൻ്റെ തല ഉയർത്തി വെച്ചാലും എന്ന് പറയുമ്പോൾ അർജുനൻ അമ്പ് റിവേഴ്സ് ഇതിൽ തറയിലോട്ട് വച്ചിട്ട് അദ്ദേഹം തലയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അതുമാത്രമല്ല, ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അസ്ത്രം ഭൂമിയിലേക്ക് എഴുതി വെള്ളം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അത് ഗംഗ തന്നെ തൻ്റെ മകന് ജലമായി വരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ മഹാഭാരതത്തിൽ 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെ കൗരവ സേനയെ നയിച്ചതും പാണ്ഡവരെ വെള്ളം കുടിപ്പിച്ചതുമായ ആളാണ് ഭീഷ്മ പിതാമഹൻ. അത് മാത്രമല്ല, 1-ാം ദിവസം 10-ാം ദിവസം വരെ ഭീഷ്മർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സൂതപുത്രനുമായി ചേർന്ന് യുദ്ധം ചെയ്യില്ല എന്നുള്ളത്. അത് കർണനെ ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് തന്നെ ഭീഷ്മർ ശരശയ്യയിൽ വീഴുന്നതിന് ശേഷമാണ് കർണൻ യുദ്ധത്തിന് വരുന്നത്. ഒരുപക്ഷെ ധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന പാണ്ഡവർ ജയിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഭീഷ്മർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ അത്തരത്തിൽ കുരുവംശത്തിനെ മൊത്തത്തിൽ ലിഫ്റ്റ് ചെയ്ത് ഒരു എൻ്റയർ 2-3 ജനറേഷനിലൂടെ കടത്തി അപ്പുറം വിട്ട ആളാണ് ഭീഷ്മ പിതാമഹൻ. യുദ്ധം കഴിഞ്ഞ് 58 ദിവസം കഴിഞ്ഞ് ഉത്തരായനം കഴിഞ്ഞ് ആദ്യത്തെ ദിവസമാണ് ഭീഷ്മർ മരിക്കുന്നത്. ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യുവാണ്. സത്യവതിയെ പോയി പ്രതിജ്ഞ ചെയ്ത് അച്ഛന് വേണ്ടി കൊടുക്കുമ്പോൾ, അച്ഛനെ കല്യാണം നടത്താനായി കൊണ്ടുവരുമ്പോൾ ശന്തനു മഹാരാജാവ് ഭീഷ്മർക്ക് കൊടുക്കുന്ന വരമാണ്, നിനക്ക് സ്വച്ഛന്ത മൃത്യുവാവട്ടെ, നീ വിചാരിക്കുമ്പോൾ മാത്രമേ മരണം നിന്നെ തേടി വരികയുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം യുദ്ധം കഴിഞ്ഞ് ഹസ്തിനപുരം പുതിയ സുരക്ഷിതമായ കൈകളിലെത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മരണം വരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഭീഷ്മർ ആ പ്രതിജ്ഞ എടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മളീ കാണുന്ന മഹാഭാരതം സ്റ്റോറി എപ്പിക് ഒന്നും തന്നെയും ഈ രീതിയിലല്ല വരുന്നത്, വേറെ ഏതെങ്കിലും രീതിയിലായേനെ. അപ്പോൾ ഒരു ചെറിയതല്ല, ആ പ്രതിജ്ഞ വളരെ കഠിനമായ പ്രതിജ്ഞയായിരുന്നു. പക്ഷേ ആ ആക്ഷനാണ് പിന്നീട് പല ഈവൻസുകൾ ഉണ്ടാക്കുകയും ഒരു വലിയ യുദ്ധം, ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെടുന്ന ഒരു യുദ്ധം, അല്ലെങ്കിൽ ആ ലീനേജുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുന്ന ഒരു യുദ്ധം ഇതിന് കാരണമായത് ശരിക്കും ആ ഒരു ശബ്ദമാണ്. അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, വലത്തോട്ട് പോകുന്നതിന് പകരം നമ്മൾ ഇടത്തോട്ട് പോകുമ്പോൾ ഒരു ആക്ഷൻ എടുക്കുകയും അത് പിന്നീട് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാവരുടെയും ലൈഫിൽ. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹൻ്റെ കഥയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇത്തരം കഥകളും വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.